നമസ്കാരം. കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം. കൂത്താട്ടുകുളത്തെ സ്വകാര്യ ബസ് കണ്ടക്ടറും യാത്രക്കാരനും തമ്മിൽ സംഘർഷം. കണ്ടക്ടർക്ക് പരിക്ക്. കണ്ടക്ടറും ബസ് ഉടമയുമായ കാഞ്ഞിരപ്പള്ളി സ്വദേശി ജോജോ ആന്റണിക്കാണ് പരിക്കേറ്റത്. സ്റ്റാൻഡിൽ നിന്ന് കയറിയ ആളിനോട് ടിക്കറ്റ് എടുക്കാനായിട്ട് പറഞ്ഞു. കൈകൊണ്ട് എനിക്ക് വേണ്ട എന്ന് കൈകൊണ്ട് കാണിച്ചു. ഞാൻ പറഞ്ഞു പറ്റിയല്ല, ടിക്കറ്റ് എടുക്കാതെ പോകാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു. അപ്പം വീണ്ടും കൈകൊണ്ട് കാണിച്ചു എനിക്ക് വേണ്ടാന്ന്. അത് ഞാൻ പറഞ്ഞു പറ്റിയല്ല എന്ന് പറഞ്ഞപ്പം ഒരു അശ്ലീല ആംഗ്യം കാണിച്ചു. അന്നേരം ഞാൻ ബെല്ലടിച്ച് നിർത്തി. ടിക്കറ്റ് എടുക്കാൻ പറ്റിയല്ലെങ്കിൽ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അന്നേരം പിന്നെ അയാള് കുസലില്ലാതെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു ടിക്കറ്റ് എടുക്കാൻ പോവുകയല്ല, വണ്ടി ഇവിടെ നിർത്തുവാണ്, ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അന്നേരമാണ് യാതൊരു പ്രകോപനമില്ലാതെ ഇയാളെ കയ്യിൽ കരുതിയ എന്തോ ടെസ്റ്റർ പോലെ എന്തോ ഒരു സാധനം വെച്ചാണ് കുത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് വെളയന്നൂർ പുതുവേലി സ്വദേശി രാമചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെ 7:30 കാഞ്ഞിരപ്പള്ളി എറണാകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന KMS ബസ്സിലാണ് സംഭവം. കൂത്താട്ടുകുളം സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സിൽ കയറിയ രാമചന്ദ്രനോട് വൈറ്റുകുളം ഭാഗത്ത് വെച്ച് ടിക്കറ്റ് എടുക്കാൻ കണ്ടക്ടർ ആയ ജോജോ ആവശ്യപ്പെടുകയും രാമചന്ദ്രൻ ഇതിന് തയ്യാറാകാതെ അശ്ലീല ആംഗ്യം കാണിക്കുകയും കയ്യിൽ കരുതിയിരുന്ന ഇരുമ്പ് ഉപകരണം വെച്ച് ഉപയോഗിച്ച് ജോജോയെ കുത്തുകയുമായിരുന്നുവെന്ന് പറയുന്നു. നെഞ്ചിൽ പരിക്കേറ്റ ജോജോയെ കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസാരശേഷിയില്ലാത്ത ആളാണ് രാമചന്ദ്രൻ. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.